ചില ആളുകൾക്ക് നിങ്ങളോട് വെറുപ്പുണ്ട്, പക്ഷേ അവരത് പുറത്ത് കാണിക്കാറില്ല. ഇങ്ങനെ നിശബ്ദമായി വെറുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് മിക്കവാറും അവരുടെ സ്വയംഭരണത്തിലെ അപകർഷതാബോധം, അസൂയ അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ എന്നിവയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ജോലിയിലോ വ്യക്തിജീവിതത്തിലോ നിങ്ങൾ കൈവരിക്കുന്ന വിജയം അവർക്ക് സഹിക്കാനാകില്ല. നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും അവർക്കുണ്ടെന്ന തോന്നൽ അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന ചിന്ത അവരെ അസൂയപ്പെടുത്തുന്നു. ആളുകൾ നിങ്ങളെ കൂടുതൽ ബഹുമാനിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് വെറുപ്പ് തോന്നുന്നു. പലരും മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ കേട്ട് തെറ്റിദ്ധരിക്കുന്നു. നിങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ശീലങ്ങൾക്ക് ഭീഷണിയാണെന്ന് തോന്നുന്നത് കൊണ്ടോ അവർ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ ചിലർക്ക് മറ്റുള്ളവരോട് വെറുപ്പ് തോന്നാം. എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടാത്ത, സ്വന്തമായി ചിന്തിക്കുന്ന ആളുകളെ ചിലർക്കിഷ്ടമല്ല. ചിലപ്പോൾ നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ളവരോട് ആളുകൾക്ക് അസൂയ തോന്നാം. ജോലിക്കോ മറ്റോ നിങ്ങൾ അവരെക്കാൾ മിടുക്കരാണെന്ന് തോന്നുന്നത് അവരിൽ വെറുപ്പുണ്ടാക്കാം. നിശബ്ദമായ വെറുപ്പിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവർ നിങ്ങളോട് സംസാരിക്കാതെ നിങ്ങളെ അവഗണിക്കാം. അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മോശമായി സംസാരിക്കാം. അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ അവസരം നോക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ അവരോട് പ്രതികരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അവരെ അവഗണിക്കുന്നതാണ് ഏറ്റവും നല്ല വഴി. മനുഷ്യൻ ദുഃഖിക്കുന്നത് സ്വന്തം പ്രശ്നങ്ങൾ മൂലമല്ല, മറ്റുള്ളവരുടെ സന്തോഷം കണ്ടിട്ടാണെന്ന് പറയാറുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആളുകൾക്ക് ഒരു ദശലക്ഷം കാരണങ്ങളുണ്ടാകും. എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ല. എന്നാൽ ആളുകൾ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഒരിക്കലെങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടാകും. എന്താവും നിങ്ങൾ അവരെ വെറുക്കാനും അവർ നിങ്ങളെ വെറുക്കാനുമുള്ള കാരണങ്ങളെന്ന് നോക്കാം. ചിലർ സ്വന്തം താല്പര്യങ്ങൾ മാത്രം എപ്പോഴും സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുകയും ചെയ്യും. അത്തരക്കാരെ കണ്ടുമുട്ടുമ്പോൾ തീർച്ചയായും നിങ്ങൾ അവരെ വെറുക്കും. ആരും തന്നെ അവരുടെ പരാജയങ്ങളെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ പരാജയങ്ങളുടെ കഥകൾ സുഹൃത്തുക്കളോട് വീണ്ടും വീണ്ടും പറഞ്ഞാൽ അവർ ഉള്ളിൽ നിങ്ങളെ വെറുക്കാൻ തുടങ്ങും. മുന്നിലുള്ള ആളേക്കാൾ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഇത് കാരണം ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാം. ഈ സന്ദർഭത്തിൽ തെറ്റ് നിങ്ങളുടെ ഭാഗത്തല്ല. മനുഷ്യ സഹജമായ അസൂയ മൂലം അവർക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുക എന്നത് സ്വാഭാവികമാണ്. പലപ്പോഴും ആളുകൾ നിങ്ങളെ വെറുക്കാൻ ഒരു കാരണം നിങ്ങൾ അവരെക്കാൾ സൗന്ദര്യമുള്ളതുകൊണ്ടാകാം. ഏതൊരു കാര്യത്തിലും അവരെക്കാൾ നിങ്ങൾക്ക് പരിഗണന ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം മാറി അവിടെ വെറുപ്പ് നിറയും. നീ അവരെക്കാൾ മിടുക്കനാണ്. ജോലിസ്ഥലത്തോ മറ്റെവിടെയെങ്കിലുമോ നിങ്ങൾ ആ വ്യക്തിക്ക് ഭീഷണിയാണ് എന്നൊരു ചിന്ത അവരിൽ ഉടലെടുത്തിരിക്കാം. സ്വതന്ത്ര ചിന്താഗതിയുള്ളവരെയും എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടാത്തവരുമായ ആളുകളെ ചിലർക്കിഷ്ടമല്ല. ഒരുപക്ഷെ സത്യം പറയാൻ നിങ്ങൾക്ക് ഭയമില്ലായിരിക്കാം. നിങ്ങളുടെ ഈ സ്വഭാവവും നിങ്ങൾക്ക് ശത്രുക്കളെ നേടിത്തന്നേക്കാം. പലപ്പോഴും ആളുകൾ ഒരു കാരണവുമില്ലാതെ മറ്റൊരാളെ തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളെക്കുറിച്ച് മറ്റൊരാൾ അയാൾ മോശം വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഇത് ഉള്ളിലുള്ളതിനാൽ തന്നെ നമ്മളും ആ വ്യക്തിയെ മോശമായി കണക്കാക്കുന്നു. നിങ്ങളും ഇത്തരത്തിൽ തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിൽ ഈ ശീലം ഉടൻ തന്നെ തിരുത്തേണ്ടത് അനിവാര്യമാണ്.